Hello guys, welcome to MFC Creations. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ജോൺ എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ഉണ്ട് എനിക്ക്. സോ അതിന്റെ ഇമെയിൽ ആണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് അപ്ഡേറ്റ്, നമ്മൾ ടേബിൾ നെയിം കൊടുക്കുക, ഏത് ടേബിൾ ആണത്. സോ ഞാനിവിടെ എംപ്ലോയീസ് എന്ന് പറയുന്ന ടേബിൾ ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട വാല്യൂസ് കൊടുക്കണം. ഏതൊക്കെ ഫീൽഡുകളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ ഇമെയിൽ എന്ന് പറയുന്ന ഫീൽഡ് മാത്രമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ അതിനായിട്ട് സെറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. ദെൻ നമ്മുടെ ഫീൽഡ് കൊടുക്കുക. സോ ഇമെയിൽ ആണ്. ദെൻ ന്യൂ വാല്യൂ, ഏത് വാല്യൂ വെച്ചാണ് നമ്മൾ ഈ ഇമെയിൽ ഫീൽഡിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ജോൺ എന്ന് പറയുന്ന റെക്കോർഡിന് പുതിയൊരു ഇമെയിൽ ആണ് അസൈൻ ചെയ്യുന്നത്. സോ ഞാനിവിടെ കൊടുക്കുന്നത് john@hotmail.com. ഓക്കെ, ദെൻ നമ്മുടെ കണ്ടീഷൻ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എംപ്ലോയീസ് ടേബിളിൽ ഇമെയിൽ ജോൺ ആക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആരുടെ ഇമെയിൽ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ക്വറിയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ അതിനായിട്ട് നമ്മൾ ഈ ജോണിന്റെ പ്രൈമറി, അതായത് ഐ ഡി കൂടെ നമ്മൾ കൊടുക്കണം. സോ അതിനായിട്ട് വേർ id equal to 2 എൻ്റർ അടിക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് വൺ റെക്കോർഡ് അപ്ഡേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ആ ടേബിൾ ഒന്നുകൂടെ ഫെച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ജോൺ എന്ന് പറയുന്ന റെക്കോർഡിലോട്ട് ഇമെയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യം do@gmail.com ആയിരുന്നു. ഇപ്പൊ john@hotmail.com എന്ന് പറയുന്ന പുതിയ മെയിലോട്ട് അസൈൻ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ക്വറിയിൽ ഇമെയിൽ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു സിംഗിൾ ക്വറിയിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫീൽഡുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതെങ്ങനെയാന്ന് നോക്കാം. സോ അതിനായിട്ട് ഞാനിവിടെ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഡോ എന്ന് പറയുന്ന ആളുടെ റെക്കോർഡാണ്. സോ ഞാനിവിടെ ഡോയുടെ ഇമെയിലും നെയിമും ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് ഈ സെയിം ക്വറി തന്നെ യൂസ് ചെയ്യാം. സോ അതിനായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ഓരോ ഫീൽഡുകളും കോമയായിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ ഞാനിവിടെ ഡോയുടെ ഇമെയിൽ മാറ്റാൻ പോകുന്നു. സോ ഡോയുടെ ഇമെയിൽ ഞാൻ do@hotmail.com എന്നാക്കി കൊടുത്തു. ദെൻ ഞാൻ ഡോയുടെ നെയിമും ചേഞ്ച് ചെയ്യാം. സോ അതിനായിട്ട് നമുക്ക് ഈ കോമ ഇട്ടിട്ട് നെയിം എന്ന് കൊടുക്കുക. സോ നമ്മൾ ഇനി പുതുതായിട്ട് കൊടുക്കാൻ പോകുന്ന നെയിം ഏതാന്ന് കൊടുക്കുക. സോ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഡോ ഫിലിപ്പ്. ഓക്കെ, സോ ദെൻ നമ്മൾ കണ്ടീഷൻ, അതായത് ഡോയുടെ ഐഡിയുടെ 1 ആണ്. സോ നമ്മൾ ആ ഒരു കണ്ടീഷനോട് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം അപ്ഡേറ്റ് ഓൺ റെക്കോർഡ്, ആ ഒരു റെക്കോർഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കത് എടുത്ത് നോക്കാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം ജോണിന്റെ നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡോയുടെ നെയിമും അതുപോലെ തന്നെ ഇമെയിലും ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ റെക്കോർഡും SQL അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.